അമേരിക്കയിൽ 1960-കൾ ആവർത്തിക്കുമോ എന്നാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം. 6 മാസത്തിലധികമായി പലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അമേരിക്കൻ സർവകലാശാലകളിൽ നടക്കുന്ന സമരങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനം. കളുടെ അവസാനം ലോകമാകെ പിടിച്ചുകുലുക്കിയ വിദ്യാർത്ഥി യുവജന കലാപങ്ങളുടെ ഓർമ്മകൾ പേറുന്നവരാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളിൽ ആവേശം കൊള്ളുന്നവർ. ഗാസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രായേലിനും അതിന് കുടപിടിക്കുന്ന അമേരിക്കയ്ക്കുമെതിരെ യുഎസിലെ നിരവധി സർവകലാശാലകളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പ്രക്ഷോഭത്തിനിറങ്ങിയിരിക്കുന്നത്. വംശഹത്യക്ക് US നൽകുന്ന സൈനിക പിന്തുണ അടക്കമുള്ള കാര്യങ്ങളിൽ വിയോജിപ്പുകൾ ശക്തമാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികൾ സംഘടിച്ചിരിക്കുന്നത്. വംശഹത്യയിൽ ലോകം നിശബ്ദമാകുമ്പോൾ യുവതയുയർത്തുന്ന പ്രതിഷേധം പ്രതീക്ഷയാണ്. കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ച പ്രതിഷേധം ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി, ഹാർവാർഡ്, യേൽ, ബ്രൗൺ സർവകലാശാല, മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കാലിഫോർണിയ സ്റ്റേറ്റ് പോളിടെക്നിക്, മിഷിഗൻ സർവകലാശാല തുടങ്ങിയ ക്യാമ്പസുകളിലേക്കും വ്യാപിക്കുകയായിരുന്നു. 100-ലധികം വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. പ്രതിഷേധം ഓസ്ട്രേലിയൻ, ഫ്രാൻസ് ക്യാമ്പസുകളിലേക്കും ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 18-ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പോലീസ് ഇടപെടലിനെ തുടർന്നാണ് പ്രതിഷേധം അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിക്കുന്നത്. പലസ്തീനികൾക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പലസ്തീൻ, ജൂയിഷ് ഫോർ പീസ് തുടങ്ങിയ സംഘടനകളാണ്. പലസ്തീൻ ഐക്യദാർഢ്യത്തിനൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഏർപ്പെടുന്ന ഇസ്രായേലുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കാൻ സർവകലാശാലകളോട് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. സമ്പൂർണമായ വെടിനിർത്തൽ, ഇസ്രായേലിനുള്ള അമേരിക്കൻ സഹായം നിർത്തലാക്കുക, ആയുധ നിർമ്മാതാക്കളും യുദ്ധത്തിൽ നിന്നും ലാഭം കൊയ്യുന്ന കമ്പനികളുമായുള്ള ബന്ധം യൂണിവേഴ്സിറ്റികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തുന്നു. US ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രതിഷേധത്തെ ജൂതവിരുദ്ധത എന്ന് മുദ്രകുത്തുകയാണ് ഇസ്രയേലും US അധികാരികളും. US ക്യാമ്പസുകൾ ജൂതവിരുദ്ധർ കയ്യേറിയിരിക്കുന്നുവെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. ബുധനാഴ്ച US ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ കൊളംബിയ ക്യാമ്പസ് സന്ദർശിച്ചതും ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ അനുവദിക്കുന്ന സർവകലാശാലകൾക്കുള്ള ധനസഹായം തടഞ്ഞുവെക്കാനും നിർദ്ദേശിച്ചു. പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ തന്നെ ഇസ്രായേലിലേക്കുള്ള സൈനിക സഹായങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള കരാറിൽ US ഒപ്പുവെച്ചത് നിർണായകമാണ്. ഇസ്രായേൽ, യുക്രൈൻ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്ക് സൈനിക സഹായം ഉൾപ്പെടെ $94 ബില്യൺ വിദേശ ധനസഹായ ബില്ലിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. 34,000-ലധികം പലസ്തീനികളെ കൊന്നൊടുക്കിയ യുദ്ധത്തിൽ ഇതോടെ ഇസ്രായേലിന് $17 ബില്യൺ അധിക സഹായം ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിനോടുള്ള തന്റെ പ്രതിബദ്ധത താൻ വീണ്ടും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു ബൈഡന്റെ പ്രതികരണം. ഇസ്രായേലിനെതിരെ ഉണ്ടായ ഇറാൻ ആക്രമണത്തെ സൈനിക പിന്തുണയ്ക്കുള്ള ന്യായീകരണമായി അമേരിക്ക ഉയർത്തിക്കാണിക്കുന്നു. 1 ദശലക്ഷത്തിലധികം പലസ്തീനികൾ അഭയം പ്രാപിച്ച തെക്കൻ ഗാസ നഗരമായ റഫയെ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക കൂടുതൽ സൈനിക സഹായവുമായി എത്തുന്നത്. സാധാരണക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് പിന്തുണ നൽകില്ലെന്നും ഗാസയിലേക്ക് മാനുഷിക സഹായം നൽകുമെന്നുമുള്ള അമേരിക്കൻ പ്രഖ്യാപനങ്ങൾ വെറും വാചക കസർത്തുകൾ മാത്രമാണെന്ന് തെളിഞ്ഞതായി അമേരിക്കൻ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിരന്തരമായി യുദ്ധക്കുറ്റം ആവർത്തിക്കുന്ന ഇസ്രായേൽ ഇതുവരെ കൊന്നൊടുക്കിയ ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ എണ്ണവും കൂട്ടക്കൊലകളും പരിശോധിച്ചാൽ അമേരിക്കയുടെ താക്കീത് കണ്ണടച്ചിരുട്ടാക്കുന്നതാണെന്ന് വ്യക്തമാണ്. ഇസ്രായേൽ യുദ്ധക്കുറ്റം നടത്തിയതായി കണ്ടെത്തിയിട്ടില്ലെന്ന അമേരിക്കയുടെ ന്യായീകരണവും ഓർക്കേണ്ടതുണ്ട്. ഗാസയിലെ കുട്ടികളടക്കമുള്ളവർ കടുത്ത പോഷകാഹാരക്കുറവും പട്ടിണിയുമാണ് അനുഭവിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ പോലും ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ എത്തുന്നതിൽ ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വേൾഡ് സെൻട്രൽ കിച്ചണെതിരെ ഉണ്ടായ ആക്രമണവും ഓർമ്മിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ഗാസയിൽ പട്ടിണി ആയുധമാക്കുമ്പോൾ മാനുഷിക സഹായമെല്ലാം ഗാസയിലേക്ക് എത്തുന്നത് ഇസ്രായേൽ ഉറപ്പാക്കണമെന്ന US-ന്റെ പൊള്ളയായ നിർദ്ദേശം അതുകൊണ്ട് തന്നെ പരിഹാസ്യമാണ്. ലോക സമാധാനത്തിനുള്ള നല്ല ദിനമെന്നാണ് സൈനിക ധനസഹായ ബില്ല് പാസാക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിച്ചത്. എന്നാൽ റഫയെ ആക്രമിക്കുമെന്ന് പല ആവർത്തി ഇസ്രായേൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വീണ്ടും കോടികളുടെ സൈനിക ധനസഹായം US നൽകുമ്പോൾ ഗാസയ്ക്ക് മേൽ കൂടുതൽ ദുരിതം വിതയ്ക്കുമെന്ന് ഉറപ്പാണ്.